നാലാം അധ്യായം ലേഖനം നാലാം അധ്യായം രണ്ടാം വാക്യം. കുരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ നാലാം അധ്യായം രണ്ടാം വാക്യം. സ്തോത്രം. അവിടെ ഇങ്ങനെ പറയുന്നത്, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കുരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ആ, അതിൽ പറയുന്ന ഒരു വാചകമാണ് ഇത്. അദ്ദേഹം അതിന് മുകളിലുള്ള വാക്യം വായിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരന്മാരും എന്നിങ്ങനെ ഓരോരുത്തരുടെ കൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട്. അതായത് ശുശ്രൂഷമാർക്ക് വേണ്ടിയുള്ള ഒരു പ്രബോധനമാണിത്. അതായത് പാസ്റ്റേഴ്സിന് വേണ്ടിയോ അല്ലെ കർത്താവിന്റെ വേലയായിരിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടിയുള്ള ഒരു ഒരു പ്രബോധനമാണ് ഇവിടെ നമുക്ക് പ്രത്യക്ഷമായി കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്താ ഗൃഹവിചാരം എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഉച്ച മലയാളത്തിൽ പറയുന്നത് കാര്യസ്ഥന്മാരെന്ന് പറയും. നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലുള്ള വലിയ ഭവനങ്ങളിലൊക്കെ അവിടുത്തെ കാര്യം നോക്കി നടത്താൻ വേണ്ടി ഒരാളുണ്ടായിരുന്നു. ആ വ്യക്തി കാര്യസ്ഥൻ എന്ന് പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളുടെയും നോട്ടക്കാരൻ ആ വ്യക്തിയാണ്. സ്തോത്രം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തങ്ങളെ ഓർമ്മിക്കുന്നത് എല്ലാ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും പറയുന്നത്. ഗൃഹവിചാരകന്മാർ, അതായത് കാര്യസ്ഥന്മാരെന്ന് പറയുന്നത്. സ്തോത്രം. അപ്പൊ അദ്ദേഹം അങ്ങനെ പറയുന്നെങ്കിലും നമ്മൾ ഓരോരുത്തരും ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ കാര്യസ്ഥന്മാരാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ദൈവം പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. കാര്യസ്ഥന്മാർ എന്ന് പറയുമ്പോൾ അവര് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവരുടെ സ്വന്തമല്ല. മറ്റൊരാളുടെ മറ്റൊരാളുടെ സ്വത്തുകളാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഏൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ അവർ നന്നായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ബോധിച്ച പോലെ അവർ ഹാൻഡിൽ ചെയ്യുന്നു. യജമാനനെ പ്രീതിപ്പെടുത്തുന്ന പോലെയോ അല്ലെങ്കിൽ അവരത് ഹാൻഡിൽ ചെയ്യുന്നു. എങ്ങനെയായാലും സ്തോത്രം. ഇവരിൽ അന്വേഷിക്കുന്ന അത് അവിടെ വചനം പറഞ്ഞിങ്ങനെയാ, ദൈവം പറഞ്ഞിങ്ങനെയാ, ഈ കാര്യസ്ഥന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. സ്തോത്രം. ഹല്ലേലൂയ. അതായത് അവർ ഫെയ്ത്ത്ഫുൾ ആണോ എന്നുള്ള ഒറ്റ കാര്യം അന്വേഷിക്കുന്നത്. ആ കാര്യസ്ഥന്റെ അവന്റെ എഡ്യൂക്കേഷൻ വിഷയമല്ല, കാര്യസ്ഥന്റെ പ്രാപ്തി വിഷയമല്ല, കാര്യസ്ഥന്റെ കളർ വിഷയമല്ല, കാര്യസ്ഥന്റെ പ്രായം വിഷയമല്ല, കാര്യസ്ഥന്റെ കണ്ണിന്റെ കാഴ്ച വിഷയമല്ല, കാര്യസ്ഥന്റെ ചെവി കേൾക്കുന്ന വിഷയമല്ല. പക്ഷെ അവിടെ പറയുന്ന കാര്യം, കാര്യസ്ഥൻ അവൻ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിശ്വസ്തനാണോ എന്നുള്ള ഒറ്റ കാര്യമാണ് നോക്കുന്നത്. നമ്മുടെ പിതാവായ ദൈവം, നമ്മുടെ എല്ലാം ഒരുപോലെ സ്നേഹിക്കുന്ന കർത്താവ്, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന് യാതൊരു ഏറ്റക്കുറച്ചിലൊന്നുമില്ല. പക്ഷെ വേറൊരു രീതി പറഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ തുല്യരല്ല. സ്നേഹം ഒരുപോലെയാണെങ്കിലും നമ്മൾ തുല്യരല്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദൈവം നമ്മളെ ഒരുപോലെ സ്നേഹിക്കുന്നെങ്കിലും നമ്മൾ തുല്യരല്ല. ബേസ്ഡ് ഓൺ എന്താ? നമ്മുടെ വിശ്വസ്തത. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാര്യസ്ഥൻ വിശ്വസ്തനായിരിക്കുന്ന പോലെ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസ്തരായിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ തുല്യത കിട്ടുകയില്ല. ഹല്ലേലൂയ. അതായത് കാര്യസ്ഥനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം വിശ്വസ്തമായി ചെയ്യുമ്പോൾ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബം, നമ്മുടെ വസ്തുവകകൾ, നമുക്ക് കിട്ടിയ ധനം, നമുക്ക് കിട്ടിയ ആത്മീയ നന്മകൾ, നമുക്ക് കിട്ടുന്നതായ ഭൗതിക നന്മകൾ, നമ്മുടെ വോയിസ്, നമ്മുടെ എല്ലാം, നമുക്ക് ചെയ്യുന്ന എല്ലാം ഹല്ലേലൂയ നമ്മൾക്ക് കിട്ടിയ ദാനങ്ങളിൽ മറ്റൊരു വകയാണ്. അതിനും പറയുന്നുണ്ട്, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. നമ്മൾ നമ്മുടെ വകയല്ല, ദൈവത്തിന്റെ വകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ബോഡി ഉൾപ്പെടെയുള്ള എല്ലാം മറ്റൊരാളുടെ വകയാണ്. നമ്മളിത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ട കാര്യസ്ഥന്മാരാണ്. സ്തോത്രം. ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തിന്റെ വകയായ നമ്മുടെ ബോഡി ഉൾപ്പെടെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സ്പൗസ്, നമ്മുടെ വിവിധ പങ്കാളികൾ, നമ്മുടെ വസ്തുവകൾ, നമ്മുടെ ജോലി, നമ്മളായിരിക്കുന്ന ഏരിയ, നമ്മളായിരിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥലം, ഇവിടെയെല്ലാം നമ്മൾ ഹല്ലേലൂയ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വിളിക്കപ്പെട്ട കാര്യസ്ഥന്മാരാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിശ്വസ്തരാണോ എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസ്തത നോക്കിയാണ് ദൈവം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നെങ്കിലും നമ്മൾ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ ദൈവം നമ്മൾ എത്രത്തോളം വിശ്വസ്തരാണോ നോക്കിയാണ് നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ പൊസിഷൻ ദൈവം തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ വിശ്വസം നോക്കിയാൽ ദൈവം വീണ്ടും വീണ്ടും കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. പലർക്കും ചിലത് വീണ്ടും എന്ത് പറയുന്നത്, ഉള്ളവന് വീണ്ടും കൊടുക്കും, ഇല്ലാത്തവരിടത്ത് ഒരു വാക്യം പറയുന്നില്ലേ, അതാണ് സംഭവിക്കുന്നത്. വിശ്വസ്തത കാണിക്കുന്നവന് ദൈവം വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കും. അതായത് ചെറിയ കാര്യവിശ്വസ്തത കാണിക്കുന്നവന് വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും, ഇല്ലാത്തവർക്ക് ഉള്ള എടുത്തു കളയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. ദൈവം ഏൽപ്പിച്ച ഓരോ കാര്യങ്ങളിൽ ഇത്രയും നാൾ നമുക്ക് ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ എവിടെയെങ്കിലും
ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് പറയാം, കർത്താവേ, ഞാൻ ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ എനിക്ക് വേണ്ടതുപോലെ വിശ്വസ്തനാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് മുതൽ ഞാൻ ആ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നുള്ള എന്നൊരു തീരുമാനം നമ്മളിൽ ഉണ്ടാകട്ടെ, അങ്ങനെ ആഗ്രഹം നമ്മളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എങ്ങനെയെങ്കിൽ ആ നമ്മൾ ഫെയിലായി പോയ പല ഏരിയകളിൽ നമുക്ക്, ഞാൻ ഇവിടെ ഈ ഏരിയ ഇങ്ങനെ ഇത്രത്തോളം ഇത്രയും വന്നാൽ പോരാ എന്ന് തോന്നുന്ന പല ഏരിയകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനും സ്നേഹവാനുമാണ്. നമ്മൾ തോറ്റുപോയ പല ഏരിയകളിൽ ദിവസം പറയാൻ, അവൻ ഞാൻ ഈ ഏരിയ തോറ്റുപോയി, എന്റെ ഇന്ന ബന്ധത്തിൽ, ഇന്ന വ്യക്തികളുടെ ബന്ധം, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ ഞാൻ, അല്ലെങ്കിൽ എന്നെ ദൈവം ഏൽപ്പിച്ച ആ ഒരു ഏരിയ ഞാൻ എനിക്ക് വേണ്ടതുപോലെ വിശ്വസ്തത പുലർത്താൻ കഴിഞ്ഞില്ല കർത്താവ്. ഇന്ന് മുതൽ ഞാൻ ആ ഏരിയ വിശ്വസ്തത പുലർത്താൻ റെഡിയാണ്. എന്നെ സഹായിക്കണം, പരിശുദ്ധാത്മ എന്നുള്ള ആഗ്രഹ ദിവസം നമ്മൾ ഉണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ ഉറപ്പായും ദൈവം ആ മേഖലയിൽ നമ്മളെ ശക്തരാക്കും, നമ്മളെ ആ മേഖല ദൈവം പണിഞ്ഞെടുക്കും. വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വലിയ കാര്യം നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്യും. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി ആഗ്രഹം നമ്മൾ ഉണ്ടാകട്ടെ. ഞാൻ വീണ്ടും പറയും, നമ്മുടെ കഴിവോ, നമ്മുടെ സൗന്ദര്യമോ, നമ്മുടെ വാഗ്ധോരണിയോ, നമ്മുടെ വിദ്യാഭ്യാസമോ, നമ്മുടെ ജോലിയോ, നമ്മുടെ പണമോ ഒന്നുമല്ല ദൈവം നമ്മൾ നോക്കുന്നതെല്ലാം നമ്മളെ ഏൽപ്പിച്ചതാണ്. ഇതെല്ലാം എങ്ങനെ ഡീൽ ചെയ്യുന്നു, ഇതെല്ലാം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് നോക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അക്കാര്യം വിശ്വസ്തതയിൽ ബന്ധപ്പെടണം, ഡിസിപ്ലിൻഡ് ആയിട്ട് വിശ്വസ്തയോടെ ഡീൽ ചെയ്യാൻ ബന്ധപ്പെടണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ തോറ്റുപോയാൽ, നമ്മൾ ഫെയിൽ ആയി പോയെന്ന് തോന്നുന്ന ഏരിയകളിൽ ഒരു മടങ്ങി വരാനുള്ള ആഗ്രഹം നമ്മൾ ഉണ്ടാകട്ടെ. അത്തരം പ്രാർത്ഥന ദിവസങ്ങൾ വരട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. നമ്മൾ ദൈവം സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്ക് അതുപോലെ പ്രാർത്ഥന വിഷയങ്ങൾ ചില സമയത്ത്